അതെ, ഇന്ന് ഈവനിങ് കഴിക്കാൻ നല്ല കപ്പയും നല്ല തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച ചിക്കൻ കറി കുറച്ച് കാന്താരിമുളക് പൊട്ടിച്ചതും കൂടിയായിരുന്നേ. നല്ല വാഴയിലയിൽ ചൂടോടെ വിളമ്പി വെച്ചിരിക്കുന്ന കപ്പയ്ക്കും ചിക്കൻ കറിക്കും ഈ കാന്താരിമുളക് ചമ്മന്തിക്കുമൊക്കെ നമ്മൾ എന്തൊക്കെയോ ഓർമ്മിപ്പിക്കാനില്ലേ. മന്തിയും അൽഫാമും ഒക്കെ അരങ്ങ് വാഴുന്നതിന് മുമ്പ് ഒരു വലിയ വാഴയിലയിൽ ഒരു കുടുംബം മൊത്തം നല്ല രുചിയോടെ കുറഞ്ഞ ചെലവിൽ തന്നെത്താനെ നട്ട് നനച്ചുണ്ടാക്കിയ കപ്പയും കാന്താരിയും കഴിച്ചിട്ടുണ്ടാവില്ലേ. സ്വയം പര്യാപ്തതയുടെയും സ്വന്തമായിട്ടും കൂട്ടായിട്ടൊക്കെ അധ്വാനിച്ച് അന്നം കഴിക്കുന്നതിൻ്റെയും ഒരുപാട് പാഠങ്ങൾ മുത്തശ്ശനും മുത്തശ്ശിയും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവില്ലേ. സ്കൂളൊക്കെ അവധിയായിട്ടുള്ള ദിവസങ്ങളിൽ എല്ലാവരും കൂടി ഒരുമിച്ച് കഥയൊക്കെ പറഞ്ഞ് കള പറിക്കുകയും വെള്ളം ഒഴിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാവില്ലേ. ഒരു കപ്പക്കൂടത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചാടി കുറുമ്പ് കാട്ടിയിട്ടുണ്ടാവില്ലേ കുട്ടികൾ. ഈ കപ്പത്തണ്ടിനകത്തെ പൊങ്ങൊക്കെ ഒടിച്ച് മാല ഉണ്ടാക്കി കളിച്ചിട്ടുണ്ടാവില്ലേ. അങ്ങനെ പറഞ്ഞാലും തീരാത്ത എത്ര ഓർമ്മകൾ. പന്നിയും പന്നീലിയും ഒക്കെ വന്ന് ഇതൊക്കെ തിന്ന് നശിപ്പിക്കുമ്പോൾ ഇനി എന്ത് ചെയ്യുന്നു പരിതപിച്ച് വീണ്ടും മുൻകരുതലുകളെടുത്ത് വീണ്ടും ഒന്നേന്ന് തുടങ്ങുന്നൊക്കെ എന്തൊരു മോട്ടിവേഷനാണല്ലേ. പണ്ടെങ്ങോ കേട്ടു മറന്ന പുരാണ കാലഘട്ടങ്ങളിലേക്കൊന്നും പോയില്ലെങ്കിലും അവനാലുള്ള പറമ്പിലും തൊടിയിലോ അല്ലെങ്കിൽ വീടിൻ്റെ ടെറസിലോ ഫ്ലാറ്റിൻ്റെ വട്ടുപ്ലാവിലോ എന്തെങ്കിലുമൊക്കെ നമുക്കും നട്ടു വളർത്താം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാവേ.